ആരോഗ്യമേഖലയിൽ സമഗ്രമായ മാറ്റത്തിന് തുടക്കം കുറിച്ച സംസ്ഥാന സർക്കാരിന്റെ പുതിയ ആരോഗ്യ നയം. ആരോഗ്യ വകുപ്പിനെ രണ്ടായി വിഭജിക്കാനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം 6 മണിവരെയാക്കാനുമാണ് തീരുമാനം. സ്കൂൾ പ്രവേശനത്തിന് വാക്സിൻ രേഖ നിർബന്ധമാക്കാനും തീരുമാനിച്ചു. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. റിനു, പുതിയ ആരോഗ്യ നയം എങ്ങനെയാണ്? അരുൺ, ആരോഗ്യ നയത്തെ ജനകീയമാക്കുന്നതിനുള്ള, അതായത് ആരോഗ്യ രംഗത്തെ ജനകീയമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള കരട് ആരോഗ്യ നയമാണ് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിനെ പൊതുജനാരോഗ്യം, ക്ലിനിക്കൽ എന്നിങ്ങനെ 2 വകുപ്പുകളായി വിഭജിക്കുവാനും നിലവിലെ 2 ഡയറക്ടറേറ്റുകൾക്ക് പകരം പബ്ലിക് ഹെൽത്ത്, ക്ലിനിക്കൽ സർവീസ്, അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസം എന്നിങ്ങനെ 3 ഡയറക്ടറേറ്റുകൾ നിലനിർത്തുവാനുമുള്ള തീരുമാനം ഈ ആരോഗ്യ നയത്തിലുണ്ട്. അതുപോലെ തന്നെ റഫറൽ സംവിധാനം കർശനമാക്കുമെന്നും പുതിയ ആരോഗ്യ നയത്തിൽ പറയുന്നുണ്ട്. സ്കൂൾ പ്രവേശനത്തിന് വാക്സിൻ എടുത്ത രേഖ നിർബന്ധമാക്കുന്ന നിയമം കൊണ്ടുവരും എന്നുള്ളതും ഈ നിയമത്തിൽ പറയുന്നു. അതായത് ഇത്തരത്തിൽ നിലവിൽ വാക്സിനേഷൻ എടുക്കുന്നതിനുള്ള ക്യാമ്പയിനുകൾ ആരോഗ്യ വകുപ്പ് വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഈ ക്യാമ്പയിൻ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരാണ് കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കുവാൻ വേണ്ടി തയ്യാറായത്. എന്നാൽ ഇത്തരത്തിൽ തയ്യാറാകാതെ വന്നു കഴിഞ്ഞാൽ നിലവിൽ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വാക്സിനേഷൻ എടുത്ത ഒരു രേഖ നിർബന്ധമാക്കുവാൻ സർക്കാർ നിർബന്ധമാകുമെന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഴിമതി തടയാൻ, ആരോഗ്യരംഗത്തെ അഴിമതി തടയുവാനും അതുപോലെ തന്നെ കച്ചവടം ഇല്ലാതാക്കുവാനും വേണ്ടി വിജിലൻസ് സംവിധാനം ശക്തമാക്കുന്ന കാര്യവും നയത്തിലുണ്ട്. അതുപോലെ ഓരോ പഞ്ചായത്തുകൾക്കും ഓരോ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ലഭ്യമാക്കും. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ 2 മണിവരെയാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയം. ഇത് 6 മണിവരെ ആക്കുവാനും ഉള്ള ഒരു നയം നിലവിലുണ്ട്. അതുപോലെ തന്നെ ദേശീയ സംസ്ഥാന പാതയിൽ 10 കിലോമീറ്റർ ഇടവിട്ട് പൊതു സ്വകാര്യ സഹകരണ മേഖലകളുടെ സഹായത്തോടെ പ്രാഥമിക അപകട പരിചരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുവാനും നയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന സർക്കാർ കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടി എല്ലാ മെഡിക്കൽ കോളേജുകളിലും അവയവ ദാനം നടപ്പാക്കുന്ന കാര്യവും കരട് നയത്തിലുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, സ്ഥാപനങ്ങളുടെയും ജീവനക്കാരുടെയും പ്രവർത്തനം ഓഡിറ്റിംഗിന് വിധേയമാക്കും എന്നുള്ള ഒരു കാര്യവും നയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച കരടിൽ വിദഗ്ധ പരിശോധന കൂടി നടത്തി ഇനിയുള്ള കൂട്ടിച്ചേർക്കലുകൾ എല്ലാം നടത്തിക്കൊണ്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തോടു കൂടിയായിരിക്കും ഈ കരട് നയം പ്രാബല്യത്തിൽ വരിക. അരുൺ. റിനു ശ്രീധർ, തിരുവനന്തപുരത്ത് നിന്ന്. സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തീരുമാനം. ബസ് ഉടമകളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമരത്തിൽ നിന്നും പിന്മാറണം എന്ന് മുഖ്യമന്ത്രി സമരക്കാരോട് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ കൺസില്ല എന്നും കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ബസ് ഉടമകളെ അറിയിച്ചു. സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കിയ ബസ് ഉടമകൾ സർവീസും പുനരാരംഭിച്ചു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം. എന്നാൽ അതിൽ ഒരു തരത്തിലെ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബസ് ഉടമകളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. പുതുതായി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കർശനമായ സർക്കാരിന്റെ നിലപാടിനെ തുടർന്നാണ് ബസ് ഉടമകൾ മുന്നോട്ട് വെച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിലും സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത്. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന മുഖ്യമന്ത്രി അഭ്യർത്ഥന മാനിച്ചും ഈ വിഷയം, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളിൽ ഗവൺമെന്റിന് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പ്രയാസമുണ്ടെന്നും ഇക്കാര്യം പിന്നീട് ചർച്ച ചെയ്ത് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്നും ഞങ്ങൾ ഉന്നയിച്ച മറ്റ് 9 ആവശ്യങ്ങളിലെ 2 ആവശ്യങ്ങൾ ഒഴികെയുള്ള ബാക്കി 7 ആവശ്യങ്ങളിലും നിങ്ങൾക്ക് നിയമപരമായി നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകി തരാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രഖ്യാപിച്ച സമരം മാറ്റിവെച്ചിട്ടുള്ളത്. ചർച്ചയ്ക്ക് ശേഷവും ബസ് ഉടമകൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. സമരം തുടരുന്നതിൽ ഒരു വിഭാഗം ബസ് ഉടമകൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ തിരുവനന്തപുരത്തും തൃശൂർ അടക്കമുള്ളിടത്ത് ഇന്ന് രാവിലെ മുതലും ചില സ്വകാര്യ ബസ്സുകൾ ഓടിത്തുടങ്ങിയിരുന്നു. സമരം പൊളിയുമെന്ന ഘട്ടമെത്തിയപ്പോൾ കൂടിയാണ് ബസ്സുടമകൾ സമരം പിൻവലിച്ചത്. ബസ്സുടമകളുടെ ആവശ്യങ്ങളൊന്നും സർക്കാർ അംഗീകരിച്ചില്ലെങ്കിലും അവ പിന്നീട് ചർച്ച ചെയ്യാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് ബസ്സുടമകൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചത്. ബസ് സമരം 5ാം ദിനത്തിലേക്ക് കടന്ന സാഹചര്യത്തിലായിരുന്നു ബസ്സുടമകൾ മുഖ്യമന്ത്രിയെ കണ്ടതും സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കിയതും. സമരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പെർമിറ്റ് റദ്ദാക്കാതിരിക്കാൻ ബസ്സുടമകൾക്ക് ഗതാഗത കമ്മീഷണർ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് ബസ്സുടമകൾ കടന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KSRTC പെൻഷൻകാർക്ക് ആശ്വാസമായി പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി കുടിശ്ശിക വിതരണം ഉദ്ഘാടനം ചെയ്തു. KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധി പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നും സുശീൽ ഖന്ന റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCയെ മാതൃകാ സ്ഥാപനമായി മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചില നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ നടപടികൾ സ്വീകരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്തരം മാറ്റങ്ങൾ
ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ആ പ്രയാസങ്ങളൊന്നും ഗൗരവത്തിലെടുക്കാതെ തന്നെ അതുമായി സഹകരിക്കാനും മുന്നോട്ട് പോകാനുമാണ് KSRTC ജീവനക്കാർ തീരുമാനിച്ചത് എന്നത് സന്തോഷകരമായ കാര്യമാണ്. പെൻഷൻ മുടങ്ങിയ ഘട്ടത്തിൽ 1 മാസത്തെ പെൻഷനെങ്കിലും നൽകണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിയത്. ഇതിൽ കൂടുതൽ പ്രതിപക്ഷവും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ തൊഴിലാളികളെയും പെൻഷൻകാരെയും കരുതുന്ന സർക്കാർ എന്ന നിലയിലാണ് സർക്കാർ പ്രവർത്തിച്ചത്. ചില പ്രധാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ വെച്ച നിർദ്ദേശം കുറേ മാസങ്ങളായി പെൻഷൻ കുടിശ്ശികയാണല്ലോ, നിങ്ങൾ 1 മാസത്തെ പെൻഷനെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമെന്നായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ മനസ്സിൽ കാണുന്നതിനേക്കാളും വേഗതയിൽ ഈ പെൻഷൻ കൊടുത്തു തീർക്കും എന്നായിരുന്നു. 1 മാസത്തല്ല, എത്രയാണോ കൊടുക്കാനുള്ളത് അത് മുഴുവൻ കൊടുത്തു തീർക്കാനാണ് പോകുന്നത് എന്നായിരുന്നു. KSRTC മാനേജിംഗ് ഡയറക്ടർ ഹേമചന്ദ്രൻ IPS അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, AK ശശീന്ദ്രൻ തുടങ്ങിയവർ പെൻഷൻ വിതരണോദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ഒരു കരുത്തുറ്റ സർക്കാരിന്റെ കരുത്തുറ്റ നടപടിയായാണ് പെൻഷൻ വിതരണത്തെ പെൻഷൻകാർ നോക്കിക്കാണുന്നത്. 5 മാസത്തെ ദുരിതങ്ങൾക്ക് അറുതി വരുത്തി പെൻഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം ലെസ്ലി ജോൺ, തിരുവനന്തപുരം. മാസങ്ങളായുള്ള ദുരിതത്തിന് അറുതി വരുത്തിയ സർക്കാർ നടപടിയെ ഇരു കൈയും നീട്ടിയാണ് KSRTC പെൻഷൻകാരും കുടുംബവും സ്വീകരിച്ചത്. സർക്കാരിന്റെ സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള നടപടി പ്രതിപക്ഷത്തെ പോലും അത്ഭുതപ്പെടുത്തി. സർക്കാർ ഒപ്പമുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ നടപടിയാണ് KSRTC പെൻഷൻ പ്രശ്നം പരിഹരിച്ചതിലൂടെ തെളിയുന്നത്. മാസങ്ങളായി പെൻഷൻ ലഭിക്കാതെ ദുരിതം പേറിയ സംസ്ഥാനത്തെ 39,045 KSRTC പെൻഷൻകാരും അവരുടെ കുടുംബവും ഇന്നത്തെ ദിനം ഒരിക്കലും മറക്കില്ല. പ്രതിപക്ഷത്തെ പോലും അത്ഭുതപ്പെടുത്തിയാണ് ഇന്ന് കുടിശ്ശിക അടക്കമുള്ള പെൻഷൻ സർക്കാർ വിതരണം ചെയ്തു തുടങ്ങിയത്. പെൻഷൻകാരുടെ ആശങ്ക ഉൾക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രശ്നപരിഹാരത്തിനായി മുൻകൈയെടുത്തതും പരിഹരിച്ചതും. സർക്കാരിന്റെ നടപടിയെ നന്ദിയോടും സന്തോഷത്തോടെയുമാണ് പെൻഷൻകാർ സ്വീകരിച്ചതും. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ആദ്യമേ LDF ഗവൺമെൻറ്റിൻ്റെ കൂടെ ആയിരുന്നു. ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഈ അവസരത്തെ തന്നതിൽ വളരെ സന്തോഷമുണ്ട്. കുറേ വർഷങ്ങളായി ഞങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. ആ ദുരിതത്തിനൊരു ശാശ്വത പരിഹാരം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് സാക്ഷാത്കരിച്ച ഒരു ദിനമാണിത്. അതുകൊണ്ട് കേരളത്തിലെ സർക്കാരിനെ ഞങ്ങൾ പെൻഷൻകാർ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. പെൻഷൻ വിതരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിനായും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് KSRTC MD ഹേമചന്ദ്രൻ വ്യക്തമാക്കി. മുഴുവൻ ആളുകൾക്കും ഇത് ഉറപ്പുവരുത്തും. അതിനുവേണ്ടി ഞങ്ങൾ ഇതിനുവേണ്ടി മാത്രം ഒരു നോഡൽ ഓഫീസറെ KSRTCയിൽ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ബാങ്കുകളുടെ സൈഡിൽ നിന്ന് ജില്ലാതലത്തിൽ ജോയിന്റ് രജിസ്ട്രാർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. 4 ജില്ലകളിലെ 24 സംഘങ്ങളിൽ നിന്നാണ് പെൻഷനുള്ള തുക കണ്ടെത്തിയത്. 250 കോടി രൂപയാണ് ഇതിനായി കണ്ടെത്തിയിട്ടുള്ളത്. 219 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായി ആവശ്യമായി വരിക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തിന് കത്തയച്ചു. പകുതി ബാധ്യത കേന്ദ്രം ഏറ്റെടുക്കണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പീപ്പിൾ വാർത്തയെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഷീജ വിവരങ്ങൾ നൽകും. ഷീജ, എന്തൊക്കെയാണ് ഈ കത്തിൽ പറയുന്ന പ്രധാന ആവശ്യങ്ങൾ? അരുൺ, പ്രധാനമായും എൻഡോസൾഫാൻ ദുരിതബാധിതരെ സഹായിക്കുന്നതിൽ വളരെ അവഗണനാപൂർവമായ നടപടിയാണ് കേന്ദ്രത്തിൽ നിന്നും സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് നിന്നും നിരവധി തവണ കേന്ദ്രത്തിൽ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം ഇതുവരെയും എൻഡോസൾഫാൻ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായം ഇതുവരെയും സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല. ഇത് സുപ്രീം കോടതിയുടെയും അതോടൊപ്പം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെയും ലംഘനം കൂടിയാണിത്. ഇക്കാര്യങ്ങൾ 2017 ഫെബ്രുവരിയിൽ സംസ്ഥാന സർക്കാർ അയച്ച കത്തിന് മറുപടിയായി കേന്ദ്രത്തിൽ നിന്നും വന്ന മറുപടി എന്ന് പറയുന്നത് ആ രീതിയിൽ സഹായിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് കേന്ദ്രത്തിൽ നിന്ന് വന്നത്. അതിനെ തുടർന്ന് വീണ്ടും സംസ്ഥാന സർക്കാർ ഒക്ടോബറിൽ വീണ്ടും ധനസഹായം ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു. എന്നാൽ അതിന് ഇതുവരെ യാതൊരു മറുപടിയും ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തയച്ചിരിക്കുന്നത്. ഇതിൽ പകുതി ബാധ്യത സുപ്രീം കോടതിയുടെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും നിരീക്ഷണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരവും അതോടൊപ്പം തന്നെ പ്രതിമാസ പെൻഷനും നൽകാൻ ആവശ്യമായ തുകയുടെ 50% കേന്ദ്രം അനുവദിക്കണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടത്. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിലവിൽ 349 കോടി രൂപയാണ് ഇത്തരത്തിൽ നഷ്ടപരിഹാരത്തിനും പെൻഷനുമായി ആവശ്യം വരിക.
ഇതിൽ 174.5 കോടി രൂപ 5 കോടി രൂപ അത് കേന്ദ്രം വഹിക്കണം എന്നൊരു ആവശ്യമാണ് സംസ്ഥാനം ഈ കത്തിലൂടെ ഉന്നയിക്കുന്നത്. ഇതുവരെയായി എഴുതിയിട്ടുള്ള കത്തുകൾക്ക് അനുകൂല തീരുമാനം ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ വീണ്ടും കത്തയക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രസക്തം. ഇതുവരെ സംസ്ഥാന സർക്കാർ 400 കോടിയോളം രൂപയാണ് ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഉള്ള പ്രവർത്തനത്തിന് പണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏതായാലും ദുരിതബാധിതർക്ക് ആശ്വാസം നൽകാനും അവർക്ക് പുനരധിവസിപ്പിക്കാനുള്ള ചുമതലകൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് സംയുക്തമായാണ് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പോലും വിലയിരുത്തിയിട്ടുള്ളതും നിർദ്ദേശിച്ചിട്ടുള്ളതും. ഈ ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാനം വീണ്ടും ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത്. അരുൺ, കണ്ണൂർ ചെറുവാഞ്ചേരിക്കടുത്ത് കണ്ണവം റിസർവ് വനത്തിൽ കള്ളത്തോക്ക് ഒളിപ്പിക്കുന്നതിനിടെ കെ സുധാകരന്റെ അനുയായിയായ കോൺഗ്രസ് പ്രവർത്തകൻ വെടിയേറ്റ് മരിച്ചു. ഇന്നലെ വൈകുന്നേരം മൃതദേഹം വെടിയേറ്റ നിലയിൽ കോളനി നിവാസികൾ കാണുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകന് എവിടുന്ന് കള്ളത്തോക്ക് ലഭിച്ചു എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. കണ്ണവം വെങ്ങളം കോളനിയിലെ പ്രദീപൻ എന്ന സജീവനാണ് ഇന്നലെ വൈകുന്നേരം വെടിയേറ്റ് മരിച്ചത്. അറക്കൽ കോളനിയോട് ചേർന്ന് കണ്ണവം റിസർവ് വനത്തിലെ പാറയിടുക്കിൽ തോക്ക് ഒളിപ്പിക്കുമ്പോൾ അബദ്ധത്തിൽ വെടിയേറ്റതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മുഖത്ത് വെടിയേറ്റ വീണിലേക്ക് മറഞ്ഞു വീണ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോട് കൂടിയാണ് സംഭവം. കോളനിയിലേക്ക് കണ്ണവം റിസർവ് വനത്തിലൂടെ പൈപ്പ് വഴി വെള്ളം വരുന്നത് തടസ്സപ്പെട്ട കാര്യം അന്വേഷിച്ചു പോയവരാണ് സജീവിനെ മരിച്ച നിലയിൽ കണ്ടതെന്ന് പോലീസ് അറിയിച്ചു. സജീവിന്റെ സന്തത സഹചാരിയായ കോൺഗ്രസ് പ്രവർത്തകനും ഒപ്പമുണ്ടായതായി വിവരമുണ്ട്. ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവരാണ് സജീവനും കുടുംബവും. കോൺഗ്രസിന്റെ യോഗങ്ങളും UDF തെരഞ്ഞെടുപ്പ് യോഗങ്ങളും സ്ഥിരമായി നടക്കുന്ന വീടാണിത്. ആദിവാസിയായ ഇയാളുടെ കയ്യിൽ തോക്ക് എങ്ങനെ എത്തിയെന്നതിൽ ദുരൂഹതയുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂരിൽ നടക്കുന്നത് കെ സുധാകരന്റെ കപട സമരമാണ് എന്ന് EP ജയരാജൻ. തന്നെ കൊല്ലാൻ തോക്ക് കൊടുത്തുവിട്ടയാളാണ് സുധാകരനെന്നും ഷുഹൈബ് വധത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. തീർച്ചയായും ഏത് കൊലപാതകവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സ് അംഗീകരിക്കുന്നില്ല. അങ്ങേറ്റം ശക്തമായി അപലപിക്കുന്നു. ആക്രമികൾക്കെതിരെ മുഖം നോക്കാതെ ഈ ഗവൺമെൻറ്റും നടപടി സ്വീകരിക്കും. ഏതെങ്കിലും ഒരു പാർട്ടി അംഗമോ പാർട്ടി ബന്ധുവോ അതിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും തള്ളിപ്പറയും. എന്നെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് വാടക കൊലയാളികളെ അയച്ച് തോക്കും പണവും കൊടുത്തയച്ചാൽ സുധാകരൻ ഇപ്പോൾ അവിടെ കിടക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ ലഗേജ് മോഷ്ടിച്ചു. 6 യാത്രക്കാരുടെ ലഗേജാണ് മോഷണം പോയത്. ലഗേജ് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. സ്വർണവും പാസ്പോർട്ടും അടക്കമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചിട്ടുണ്ട്. കൊച്ചി കപ്പൽശാലയിൽ 5 പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിൽ അപകട കാരണം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് എന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് അന്വേഷണ റിപ്പോർട്ട്. അപകട ദിവസം സുരക്ഷാ പരിശോധന നടത്താതെയാണ് ഗ്യാസ് പെർമിറ്റ് അടക്കം നൽകിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മേലുദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് വൈകിട്ട് സർക്കാരിന് കൈമാറും. കപ്പൽശാലയിൽ അറ്റകുറ്റപ്പണികൾക്ക് മുമ്പ് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പരിശോധിക്കണമെന്നാണ് നിയമം. ഗ്യാസ് ലീക്ക് ചെയ്യുക, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഫയർ സേഫ്റ്റി അടക്കമുള്ള എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കപ്പലിനുള്ളിലേക്ക് തൊഴിലാളികളെ പ്രവേശിക്കാവൂ. എന്നാൽ അപകടം നടന്ന ദിവസം ഇത്തരത്തിൽ യാതൊരു പരിശോധനയും നടന്നിട്ടില്ലെന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. പരിശോധന നടന്നതായി രേഖകളിലും വ്യക്തമാക്കിയിട്ടില്ല. തൊഴിലാളികൾ നൽകിയ മൊഴികളിലും അന്നേ ദിവസം പരിശോധന നടന്നിട്ടില്ലെന്ന് തെളിഞ്ഞു. ഗ്യാസ് ഫ്രീ പെർമിറ്റ് അടക്കം പരിശോധന നടത്താതെ എങ്ങനെ നൽകിയെന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നതും. രാജ്യത്തെ ഏറ്റവും സുരക്ഷയുള്ള കപ്പൽശാലയെന്ന ബഹുമതി നേടിയ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഈ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ട് വൈകിട്ട് സർക്കാരിന് കൈമാറും. ഷിപ്പ്യാർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് ലേബർ സെക്രട്ടറിക്കാണ് കൈമാറുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി വെള്ളിയാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അതേസമയം പണം തിരിച്ചടക്കില്ല എന്ന് വ്യക്തമാക്കി നീരവ് മോദിയും പഞ്ചാബ് നാഷണൽ ബാങ്കിന് കത്തെഴുതിയിട്ടുണ്ട്. തിരിച്ചടയ്ക്കാനുള്ള പണം ബാങ്ക് പെരുപ്പിച്ച് കാണിച്ചുവെന്നും തന്റെ ബിസിനസ് തകർത്തുവെന്നും കത്തിൽ നീരവ് ആരോപിക്കുന്നു. തട്ടിപ്പ് പുറത്തായതിനെ തുടർന്ന് രാജ്യം വിട്ട നീരവ് മോദിയെ 2 മാസത്തിനകം തിരിച്ചെത്തിക്കണമെന്നും കേസിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് വെള്ളിയാഴ്ച സുപ്രീം കോടതി പരിഗണിക്കുക. അടിയന്തര പ്രാധാന്യത്തോടെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. എന്നാൽ കേസിൽ നീരവ് മോദിയെ കുറ്റവിമുക്തനാക്കുമെന്ന് നീരവിന്റെ അഭിഭാഷകൻ വിജയ് അഗർവാൾ അഭിപ്രായപ്പെട്ടു. 2G കേസും ബൊഫേഴ്സ് കേസും പോലെ ഇതും തള്ളിപ്പോകുമെന്നാണ് വിജയ് അഗർവാളിന്റെ വാദം. അതിനിടയിൽ ആരോപണങ്ങൾ നിഷേധിച്ച് നീരവ് മോദിയും രംഗത്തെത്തി. തിരിച്ചടയ്ക്കാനുള്ള തുക പെരുപ്പിച്ചു കാണിച്ചെന്നാരോപിച്ച് പഞ്ചാബ് നാഷണൽ ബാങ്കിന് നീരവ് കത്തെഴുതി. ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഇടയിലേക്ക്
കേസ് എത്തിച്ചതിലൂടെ പണം തിരിച്ചടയ്ക്കാനുള്ള സാഹചര്യം ബാങ്ക് ഇല്ലാതാക്കി. തന്റെ ബിസിനസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് തകർത്തെന്നും നീരവ് മോദി കത്തിൽ ആരോപിച്ചു. നേരത്തെ ന്യൂയോർക്കിലുണ്ടെന്ന് കരുതപ്പെട്ട നീരവ് മോദി ബെൽജിയത്തിലുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ബെൽജിയം പൗരത്വം കൂടിയുള്ള ആളാണ് നീരവ് മോദി. എന്നാൽ നീരവിനെ കണ്ടെത്താൻ CBIക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നീരവിന്റെ സ്ഥാപനങ്ങളിൽ CBI പരിശോധന തുടർന്നു വരികയാണ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ 3 ബാങ്ക് ജീവനക്കാരെ കൂടി അറസ്റ്റ് ചെയ്തു. നേരത്തെ അറസ്റ്റ് ചെയ്ത ഗോകുൽ ഷെട്ടി അടക്കമുള്ളവർ CBI കസ്റ്റഡിയിലാണ്. അതേസമയം 3700 കോടി തട്ടിപ്പ് നടത്തിയ റോട്ടോമാക് കമ്പനി ഉടമ വിക്രം കോത്താരിയുടെ കാൺപൂരിലെ സ്ഥാപനങ്ങളിലും പരിശോധന തുടരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മാണിക്യമലരായ പൂവി എന്ന പാട്ടിനെതിരായ കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട നടി പ്രിയ വാര്യർ നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. കേസ് അടിയന്തരമായി പരിഗണിക്കണം എന്ന പ്രിയ വാര്യരുടെ അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തരമായി പരിഗണിക്കുന്നത്. പാട്ടിനെതിരെ തെലങ്കാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുവെന്ന് പ്രിയ വാര്യർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. അഡാർലവിലെ മാണിക്യമലരായ പൂവി എന്ന പാട്ട് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നുള്ള പരാതികളിലാണ് മഹാരാഷ്ട്ര പോലീസും തെലങ്കാന പോലീസും കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്രിമിനൽ ചട്ടപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കേസുകളെല്ലാം റദ്ദാക്കണമെന്ന് പ്രിയ വാര്യർ ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് പ്രിയ വാര്യരുടെ അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ചിൽ ആവശ്യപ്പെട്ടു. കേസിന്റെ ഗൗരവം പരിഗണിച്ച നാളെ തന്നെ ഹർജി പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. പ്രിയ വാര്യരെ കൂടാതെ സിനിമയുടെ സംവിധായകൻ ഒമർ അബ്ദുൾ, നിർമ്മാതാവ് ജോസഫ് ഈപ്പൻ എന്നിവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 40 വർഷമായി മാപ്പിളപ്പാട്ടായി കേരളത്തിലെ മുസ്ലിം സമൂഹം ഏറ്റെടുത്ത പാട്ട് നബിയുടെയും ഭാര്യ ഖദീജയുടെയും പ്രണയത്തെ രേഖപ്പെടുത്തുന്നതാണ്. ഒരു സമൂഹത്തെയും അവഹേളിച്ചിട്ടില്ല. മലയാളം അറിയാത്ത നാടുകളിലെ ചിലർ പാട്ടിലെ അർത്ഥം തെറ്റിദ്ധരിച്ചു. പാട്ടിൽ അഭിനയിച്ച് ശ്രദ്ധേയതിനു പിന്നാലെ ജീവന് തന്നെ ഭീഷണിയായി. ചില മത നേതാക്കൾ ഫത്വ പുറപ്പെടുവിച്ചുവെന്നും പ്രിയ വാര്യർ വ്യക്തമാക്കി. ഭരണഘടന അനുശാസിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണ് ഇത്തരം കേസുകളെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ക്യാപ്റ്റൻ സിനിമയുടെ പ്രചരണാർത്ഥം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കോഴിക്കോട്ടെത്തി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ജയസൂര്യ ഉൾപ്പെടെയുള്ള താരങ്ങളാണ് വിദ്യാർത്ഥികളുമായി സംവാദത്തിൽ ഏർപ്പെട്ടത്. ഒരു കാലത്ത് VP സത്യൻ പരിശീലനങ്ങൾക്കായി ഏറ്റവും കൂടുതൽ തവണ എത്തിയ കോഴിക്കോട്ടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ക്യാപ്റ്റന്റെ കുപ്പായം അണിഞ്ഞ് ജയസൂര്യ എത്തിയത്. ക്യാപ്റ്റനൊപ്പം ചിത്രത്തിന്റെ നായികയും സംവിധായകനും മറ്റു താരങ്ങളും. കോഴിക്കോട്ടെ വിവിധ സ്കൂളുകളിലെ കായിക വിദ്യാർത്ഥികൾക്കൊപ്പം സംവദിച്ച ജയസൂര്യ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. സത്യൻ എന്ന ഫുട്ബോൾ താരത്തെ അത്രയേറെ സ്നേഹിക്കുന്നുവെന്ന് താരം. ക്യാപ്റ്റൻ എന്ന വിളിയോടുള്ള മറുപടി ഇങ്ങനെ: എന്താ ക്യാപ്റ്റൻ, എന്റെ ജീവിതം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. VP സത്യന്റെ സഹതാരങ്ങളായ IM വിജയനും ഷറഫലിയുമെല്ലാം ചിത്രത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞതെന്നും ജയസൂര്യ വ്യക്തമാക്കി. എല്ലാവരും എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അനിത ചേച്ചിയാണെങ്കിലും IM വിജയൻ ചേട്ടനാണെങ്കിലും പിന്നെ ഷറഫലിക്ക, പിന്നെ കുരികേഷ് മാത്യു, എല്ലാവരും പറഞ്ഞത് ഞങ്ങളുടെ സത്യനെ ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി ജയ എന്ന് പറഞ്ഞു. അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കമൽഹാസന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് ശേഷം രാമനാഥപുരത്താണ് കമൽഹാസന്റെ ആദ്യ പൊതുയോഗം നടക്കുക. ശേഷം പരമക്കുടിയിലും മാനാമധുരയിലും അദ്ദേഹം ജനങ്ങളെ കാണും. പിന്നീട് മധുരയിൽ പാർട്ടി പ്രഖ്യാപനം നടത്തും. അതിനു മുന്നോടിയായി മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ വസതിയും അദ്ദേഹം പഠിച്ച സ്കൂളിലും കമൽഹാസൻ സന്ദർശനം നടത്തും. കലാം സ്വപ്നം കണ്ട പോലുള്ള തമിഴ്നാട് രൂപീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് കമൽഹാസൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ നവംബർ മാസം 17-ാം തീയതി കമൽഹാസന്റെ പിറന്നാൾ ദിനത്തിലാണ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള സൂചനകൾ കമൽ ആരാധകരോടായി പങ്കുവച്ചത്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം പഠിക്കാൻ സംസ്ഥാനമുടനീളം നടത്താനിരിക്കുന്ന പര്യടനത്തെക്കുറിച്ചും തന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തെക്കുറിച്ചും പിന്നീട് വ്യക്തമാക്കാമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. ഇതിനോടനുബന്ധിച്ച് വേണ്ട ഉപദേശങ്ങൾക്ക് വേണ്ടിയാണ് കമൽ തന്റെ രാഷ്ട്രീയ ഗുരുവെന്ന് കരുതുന്ന പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായുള്ള ഈ കൂടിക്കാഴ്ച പല അഭിമുഖങ്ങൾക്കും ഇടയാക്കിയിരുന്നു. കമൽഹാസൻ തമിഴ്നാട്ടിൽ CPM-ഉമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പ്രതികരിക്കാമെന്നും എന്തായാലും തന്റെ രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും കാവ്യ രാഷ്ട്രീയമായിരിക്കില്ലെന്നും ദ്രാവിഡ ജനതയുടെ നിറമായ കറുപ്പാണ് തന്റെ രാഷ്ട്രീയത്തിന്റെ നിറമെന്നും വ്യക്തമാക്കി. കമലിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് തൊട്ടു പിന്നാലെ മറ്റൊരു സൂപ്പർ സ്റ്റാറിന്റെ രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനവും വന്നു. മറ്റാരുമല്ല, സാക്ഷാൽ രജനീകാന്ത് തന്നെയാണത്. ഇന്നലെ കമൽഹാസൻ നടൻ രജനീകാന്തിന്റെ ചെന്നൈ പോയ്സ് ഗാർഡനിലെ വസതിയിൽ നടത്തി കൂടിക്കാഴ്ചയ്ക്കിടെ പാർട്ടി പ്രഖ്യാപനം നടത്തുന്ന രാമേശ്വരത്തേക്ക് രജനിയെ കമൽ ക്ഷണിക്കുകയും ചെയ്തിരുന്നു.
എന്നാൽ രണ്ടുപേർക്കും അഭിനയം പോലെ തന്നെ രാഷ്ട്രീയത്തിലും രണ്ട് വഴിയാണെന്നാണ് രജനി പ്രതികരിച്ചത്. ഈ മാസം 21-നാണ് അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ രാമേശ്വരത്തെ വീട്ടിൽ നിന്ന് തന്റെ രാഷ്ട്രീയ യാത്ര കമൽ ഹാസൻ ആരംഭിക്കുന്നത്. യാത്രയുടെ ഭാഗമായി APJ അബ്ദുൽ കലാം സ്കൂൾ സന്ദർശിക്കുന്ന കമൽ രാമേശ്വരത്തെ ഗണേഷ് മഹലിൽ മത്സ്യത്തൊഴിലാളികളുമായും കൂടിക്കാഴ്ച നടത്തും. കൂടാതെ കലാം സ്മാരകവും സന്ദർശിക്കുന്നുണ്ട്. തുടർന്ന് മധുരയിലേക്കുള്ള യാത്രാമധ്യേ രാമനാഥപുരം കൊട്ടാരം, പരമക്കുടി ലെനാമഹൽ, മാനമധുര എന്നിവിടങ്ങളിൽ നടക്കുന്ന പൊതുയോഗങ്ങളിൽ കമൽ പങ്കെടുക്കും. വൈകിട്ട് 5 മണിക്ക് മധുരയിലെ കാർഷിക സർവകലാശാലയ്ക്ക് സമീപത്തെ ഒത്തക്കട മൈതാനത്ത് പതാക ഉയർത്തിയ ശേഷം പാർട്ടി പ്രഖ്യാപന സമ്മേളനവും തുടങ്ങും. ന്യൂസ് ഡെസ്ക്. CPIM സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക ദീപശിഖ ജാഥകൾ മലപ്പുറം ജില്ലയിൽ ജില്ലാ അതിർത്തിയായ ഐക്യരപ്പടിയിൽ ആവേശോജ്വല സ്വീകരണമാണ് ജാഥകൾക്ക് നൽകിയത്. ജാഥ ബുധനാഴ്ച പാലക്കാട് ജില്ലയിലേക്ക് കടക്കും. പോരാട്ടത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും സ്മരണകളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ നയിക്കുന്ന പതാക ജാഥയും സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് നയിക്കുന്ന ദീപശിഖ ജാഥയും മലപ്പുറം ജില്ലയിലേക്ക് കടന്നു. ജില്ലാ അതിർത്തിയിൽ ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, TK ഹംസ, PP വാസുദേവൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഉപദീപശിഖ ജാഥകൾ ഇന്നും നാളെയും ജില്ലയിൽ പര്യടനം നടത്തി ബുധനാഴ്ച പ്രധാന ജാഥയിൽ സംഗമിക്കും. ധീരരക്തസാക്ഷികളായ കുഞ്ഞാലി, നിലമ്പൂരിലെ പൗലോസ്, പെരിന്തൽമണ്ണയിലെ മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവരുടെ ബലികുടീരങ്ങളിൽ നിന്നാണ് ജാഥകൾ തുടങ്ങിയത്. 7000-ഓളം അത്ലറ്റുകളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ജാഥകളിൽ അണിചേരുന്നുണ്ട്. 21-ന് രാവിലെ ജാഥ പാലക്കാട് ജില്ലയിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. 3600 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡുകളും KSRTCയും റെയിൽവേയും പ്രത്യേക സർവീസും പൊങ്കാല പ്രമാണിച്ച് നടത്തും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഈ മാസം 22-ന് പാടി കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്നതോടുകൂടിയാണ് ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകുന്നത്. മാർച്ച് 2-നാണ് ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. പൊങ്കാലയോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗം വിലയിരുത്തി. 3500 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം കുറ്റമറ്റ തരത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിനകം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പോലീസിന്റെ സംവിധാനം കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടിയിട്ട് 3600 പോലീസുകാരെയാണ് ഈ ഉത്സവകാലത്ത് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നിയോഗിക്കുക. പകുതിയിലധികം വനിതാ പോലീസിനായിരിക്കും നിയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് വിമുക്തമായിരിക്കും ഈ പ്രാവശ്യത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിക്കാനുള്ള നിർദ്ദേശമാണ് താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡുകൾ ക്ഷേത്രത്തിലും പരിസരത്തുമായി സേവനം ലഭ്യമാക്കും. പൊങ്കാലയോടനുബന്ധിച്ച് റെയിൽവേ 6 പ്രത്യേക സർവീസുകളും നടത്തും. ഒപ്പം KSRTCയും കൂടുതൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യും. ക്ഷേത്ര പരിസരത്തുള്ള റോഡുകളുടെ ശേഷിക്കുന്ന അറ്റകുറ്റപ്പണികൾ ഈ മാസം 25-നകം പൂർത്തിയാക്കുമെന്നും യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കി. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ 1260 പൊതു ടാപ്പുകൾ ഉണ്ടാകും. സ്ത്രീ ഭക്തജനങ്ങൾക്ക് കുളിക്കാനായി 50 ഷവറുകളും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. കൂടുതൽ സ്ഥലത്ത് ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാനുള്ള നടപടികളും കൈക്കൊണ്ടു. ശബ്ദമലിനീകരണം നിയന്ത്രിക്കാനുള്ള നിയമപരമായ നടപടികൾ കൈക്കൊള്ളാൻ ജില്ലാ കളക്ടറെയും യോഗം ചുമതലപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേബിൾ TV ഇന്റർനെറ്റ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക നികുതി പിൻവലിക്കണമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 11ാം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. 3 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് നടന്നുവന്ന സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റായി K. വിജയകൃഷ്ണനെയും ജനറൽ സെക്രട്ടറിയായി KV രാജനെയും തെരഞ്ഞെടുത്തു.